തുടർന്നാൽ അല്പസമയം ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി കർത്താവ് നമ്മെ നിയോഗിച്ച ആ പ്രാർത്ഥനയുടെ നിയോഗത്തിൽ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ നാം കടന്നു വരുമ്പോൾ, വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. തുടർന്നുള്ള മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കടാക്ഷം ആ വിഷയത്തിന്റെ മേലെല്ലാം ഉണ്ടാകാൻ നമുക്ക് 1-2 മിനിറ്റ് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ നടത്തുന്ന വഴികളെല്ലാം ഓർക്കാം. തുടർന്നുള്ള മീറ്റിംഗ് എല്ലാം അനുഗ്രഹമാകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാധുനിയുടെ എല്ലാ ചാപ്റ്ററുകളിലും നടക്കുന്ന മീറ്റിങ്ങുകള്, പ്രവർത്തനങ്ങള് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ, ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മുഖാന്തരമാകുവാൻ, കർത്താവ് നമ്മുടെ മധ്യസ്ഥ അണയ്ക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നല്ല ദൈവിക ആലോചനകൾ ഈ രാത്രി പ്രിയ ദൈവദാസനിലൂടെ നമ്മെ ദൈവം കേൾപ്പിക്കേണ്ടതിനൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ബ്രദർ ഫിനിജാൻ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. സ്തോത്രം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നത്തിന് നീതിമാനുമായിരിക്കും ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. പ്രാർത്ഥനാത്തിലൂടെ UA ചാപ്റ്റർ മീറ്റിംഗ് ആയി ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ജോയിൻ ചെയ്യുവാൻ സഹായിക്കണമേ. കടന്നു വരുന്നവർക്ക് വലിയ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഇട നിൽക്കാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. വഴിയാത്രയിലെ ജോലിയിലൊക്കെ ആയിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആഗ്രഹം ഉണ്ടായിട്ടും ജോയിൻ ചെയ്യാൻ കഴിയാത്തവർക്കായി സ്തോത്രം. അവരെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ UAയിലെ പ്രവർത്തനങ്ങളെ കർത്താവെ വലിയൊരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വിവിധ രോഗികൾക്ക് വേണ്ടി, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം തിരുനാമത്തിന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ലീഡിയോയും കർത്താവ് ദാസന്മാരെ ബലപ്പെടുത്തണമേ. വചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ദാസനെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനിറവിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തുമാറാകണമേ. വലിയ ആത്മചൈതന്യം പ്രാപിച്ചെടുക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുവാൻ, കർത്താവെ ആത്മാവിൽ ആരാധിപ്പാൻ സഹോദരങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും കർത്താവെ തിരുനാമത്തെടുക്കുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബെൻസഭാഷ കുടുംബത്തിനുമായി സ്തോത്രം. അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്താട്ട് മഹത്വത്തിനെ എല്ലാം ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭത്തിൽ നാം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ സമയങ്ങളെ വേർതിരിക്കുന്നു. അതിനു മുന്നോടിയായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രി കർത്താവ് നമ്മെ എല്ലാം ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. UA ചാപ്റ്ററിന്റെ കൗൺസിൽ മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവ്സ് മെമ്പേഴ്സ് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അല്പസമയം നാം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാനായി പോവുകയാണ്. തുറന്ന ഹൃദയത്തോടെ നാം ആയിരിക്കുന്ന ഇടങ്ങൾ പല വീടുകളിൽ പല മുറികളിലൊക്കെയാണ്. ആയിരുന്നാലും സ്തോത്രം, ഏകാഗ്രതയോടെ നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി തുടർന്ന് ഈ വർഷിപ്പ് ലീഡ് ചെയ്യേണ്ടതിനായി നമ്മുടെ UA ചാപ്റ്ററിന്റെ കൊയറിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥനാധന്യമുള്ള ബന്ധത്തിലായിരിക്കാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവയുടെയാക്കിയ അവസരത്തിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ ദേശത്തിൻ്റെ വിവിധയിടങ്ങളിൽ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ പരിപാലിച്ച കർത്താവിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരെ കർത്താനുസരിച്ചായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനല്ല ദൈവം നമ്മെ സഹായിച്ചു. പല വിഷയങ്ങളുടെയും വിടുതൽ മറുപടിയും കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കി. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, അവയുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി തക്ക സമയത്ത് കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ പ്രാർത്ഥന ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ ജീവിതത്തിന് ആശ്വാസത്തിന് വിടുതലിന് കാരണമാക്കി ഈ പ്രവർത്തനങ്ങളെ തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ കർത്താവിൽ നാം ആയിരിക്കാം. നാം പാട്ടുകൾ പാടുമ്പോൾ പാടുന്ന പാട്ടിൻ്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആദ്യമായി നമുക്കൊരു പഴയ പാട്ട്, നമ്മൾ ആരാധനകൾക്കെല്ലാം പാടുന്ന ഒരു പാട്ടാണ്. ഒരു പഴയ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവ് യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ഒരുമനപ്പെട്ട് 2 പേർ എന്ത് യാചിച്ചാലും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാനത് ചെയ്തു തരും.
ഒരു മനസ്സോടെ ഈ രാത്രിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മറുപടിയിൽ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമർപ്പണത്തോടെ ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുള എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാ, എനിക്കു നീ പുത്രത്വം തന്നതിനാ. സ്വന്ത കുമാരനെ ആദരിയാതെന്മേ,
സ്വന്ത കുമാരനെ ആദരിയാതെന്മേ സിന്ധു സമം കനിഞ്ഞ സംപ്രീതിയോ അന്തികെ ചേർന്നിരുന്നേ സംപ്രീതിയോ അന്തികെ ചേർന്നിരുന്നേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ. സ്വന്തം കുമാരനെ ആദരിയാതെ പാപികളായ നമുക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന പിതാവായ ദൈവം സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ പാപികളെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. തുടർന്നുള്ള ഗാനം നാം പാടുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിലിരുന്നു കൊണ്ട് കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ഒരുമിച്ച് നമുക്ക് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാപപരിഹാരത്തിന് വേണ്ടി പാതകരെ തേടി ഈ താണലോകത്തിലേക്ക് വന്ന പരിശുദ്ധമായ നാമം, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പുണ്യനാമം മറ്റാരുടെ നാമമല്ല, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം, ശ്രീ യേശു നാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. എണ്ണമില്ല പാപം നമ്മിൽ നിന്ന് നീക്കി തരുന്നതിന് വേണ്ടി നമ്മിൽ കനിഞ്ഞിറങ്ങി വന്ന ആ നല്ല നാമം, അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായച്ചു തന്ന പുത്രനും അവകാശികളുമാക്കി തീർത്ത പാപത്തിൻ്റെ അധീനതയിൽ കിടന്നിരുന്ന നമ്മെ തൻ്റെ സ്നേഹത്താൽ വീണ്ടെടുത്ത് സ്വന്തം മക്കളാക്കി തീർത്ത നല്ല സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് പാടാം. ഈ നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മെ എവിടെയായി കാത്തു പരിപാലിക്കുന്ന കർത്താവിൻ്റെ കൃപകളെ ഓർക്കാം, കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഒരു യോഗ്യതയുമില്ലായിരുന്ന സ്ഥാനത്ത് നമ്മെ തേടി വന്ന നല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർത്തുകൊണ്ട് ധ്യാനത്തോടെ ഈ പാട്ടിൻ്റെ വരികൾ പാടാം. ശ്രീ യേശു നാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. യേശുനാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നെ കൂണായി മാച്ചു തന്ന ഒന്നരണ്ട് വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നെ കൂണായി മാച്ചു തന്ന ഒന്നരണ്ട് വന്യനാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം.
എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം. നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നാടുവഴികളം തന്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം. നാടുവഴികളം തന്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സുർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം സുർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടു വിട്ടു വീടു വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമശോധനയിൽ യാനം ചെയ്തോരാ. നാടു വിട്ടു വീടു വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമശോധനയിൽ യാനം ചെയ്തോരാ. കൂടിയൊന്നായി വാടാൻ വാഞ്ചിച്ചത്ര നാടാൻ കാരുണ്യമം കണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. കൂടിയൊന്നായി വാടാൻ വാഞ്ചിച്ചത്ര നാളാ കാരുണ്യമം കണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, ഓ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സുപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എണ്ണമില്ല പാപം എന്നെ നിന്നു നീക്കാം എന്നെ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നെ നിന്നു നീക്കാം എന്നെ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റുക ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റുക ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം ഓ ഏഴേനിക്കുമ്പ നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം. ശ്രീയേശുനാമം ൂടകരന്തര ദീപലം അർത്ഥേരകരേജകരന്തര ദീപക്ഷം ദേരികലേരീവാരന്തരം ദീവാരം ദേരീപക്ഷം ദര ൂടകരം ദേരിവാരം ദേരീകര ചൂടാലേവം ദേരീപക്ഷൈടാർഗലാരീവാരം ദേരേ അർത്ഥേരകലകരന്തര ദീപക്ഷം ദര ചൂടകരം ദാര ദീവാരം ദേരീപക്ഷൈടകരം ദേരികലകരന്തര. ഹല്ലേലൂയാ Hallelujah, amen, 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 amen. Divaneram deri vasham dara judagaram dara divashayde. Divaram deri vasham deri galam
ചുടകരന്തര ചുടകരന്തര ദീപാനന്ദര ചുടകര ദീപക്ഷൈരകരന്തര ദീപനന്തര ദീപക്ഷന്തര ചുടകരന്തേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ശ്രീ യേശുവിന്റെ നാമത്തെ പോലെ മറ്റൊരു നാമം ഇല്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പാടുവാനും അല്പസമയം ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. തുടർന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. തുടർന്നുള്ള അല്പ നിമിഷങ്ങൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ പോരാടാനും പ്രാർത്ഥനയിലായിരിക്കാനും ആയി കുറച്ച് സമയങ്ങൾ നാം വേർതിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയ്ക്കകത്തെ വിടുതലുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് ജീവിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ദേശത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഈ ആയിരിക്കുന്ന ദേശത്ത് കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടാകേണ്ടതിന് ഈ ലോകമെമ്പാടും ഒരു ഭീതിയുടെ നിഴലിൽ നാം ആയിരിക്കുമ്പോൾ, അതുപോലെ ഈ ദേശത്ത് നമുക്ക് അല്പമല്ലാത്ത ഭീതിയും പ്രയാസങ്ങളും ഒക്കെ ഉടലെടുത്ത് നിൽക്കുന്ന ഈ സാഹചര്യങ്ങൾ ദേശത്തിനു വേണ്ടി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. ദൈവസന്നിധിയിൽ നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യേ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ രോഗത്തോടുള്ള ബന്ധത്തിലൊക്കെ ഉണ്ടല്ലോ. കർത്താവ് എല്ലാവരെയും സഹായിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ വയ്ക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവകരം ചലിക്കേണ്ടതിന് നാം മധ്യസ്ഥ അടയ്ക്കുമ്പോൾ കർത്താവിന് നമ്മുടെ പ്രീതി തോന്നേണ്ടതിന് കർത്താവ് നമ്മുടെ യാചനകൾക്ക് ഉത്തരം തരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടതിനായി ഇവാഞ്ചലിസ്റ്റ് തോമസ് ജോർജിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ ദൈവദാസൻ പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹൃദയത്തിൽ ജാഗരിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ച് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ അച്ഛനെ അതിനായി ക്ഷണിക്കുന്നു. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കാം. പ്രത്യേക ഈ പ്രാർത്ഥന ധ്വനി പ്രയർ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ രൂഫസ് ജേക്കബ് അവറുകൾ, അതുപോലെ നമ്മുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെ എല്ലാ ദൈവമക്കളും കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വേഗമരുന്നനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രികാലം ഇങ്ങനെ എനിക്കും ഇന്റർസെക്ടറി പ്രയർ ലീഡ് ചെയ്യുവാൻ അവസരം കിട്ടുകയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. നാം ഒരുമനപ്പെട്ട് ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഏത് സ്ഥലത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ നാം പല വിഷയങ്ങൾ ഈ രാത്രികാലം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ദൈവജനം അത് ഏറ്റെടുത്ത് ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ കരഞ്ഞ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ രാത്രി പല വിഷയങ്ങളുണ്ട്. ആദ്യമേ നമ്മുടെ വിഷയം നമ്മുടെ UAE പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ സുരക്ഷിതമായി പരിപാലിച്ചു. ഈ ദേശത്ത് 7 എമിറേറ്റ്സ് ഉണ്ട്. എല്ലാ സ്ഥലങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന്റെ ഡിഫൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് നമുക്ക് ഇത്രയും സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ രാജ്യത്ത് വസിപ്പാൻ കർത്താവ് നൽകിയ ആ അവസരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രികാലം പാസ്റ്റർ സണ്ണി പി ഷൗമേൽ അവർ പ്രാർത്ഥനയെ സഹായിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. എളിവരാന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠം ചേർന്ന് വരുവാനായിട്ട് അങ്ങ് ദാനമായി നൽകി തന്ന ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയും അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ യാചനകളും ഞങ്ങളുടെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇപ്പോഴേ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഉത്ഭവിച്ച് ലോകം മുഴുവനായി വ്യാപിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ കെടുതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കെടുതികളുടെ നടുവിൽ ലോകരാജ്യങ്ങൾ മുഴുവനും ഭാരപ്പെടുകയും വേദനപ്പെടുകയും ഓരോ തലത്തില് കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എത്രയും വേഗം ഇതെല്ലാം അവസാനിച്ച് സ്വസ്ഥതയും ശാന്തതയും
സമാധാനം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. GCC രാജ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ UAEക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തിലെ ഓരോ എമിറേറ്റ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 7 എമിറേറ്റ്സുകൾ ഈ രാജ്യത്തുണ്ടല്ലോ. പേര് പറഞ്ഞ് ഓരോ എമിറേറ്റ്സിനെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബുദ്ധിയോടും ജ്ഞാനത്തോടും വിവേകത്തോടും ദൈവകൃപയോടും കൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തക്കണം പരിശുദ്ധാത്മാവ് നല്ല ആലോചനക്കാരനായി ബുദ്ധി ഉപദേഷ്ടാവായി കൂടെ ഇരിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, UAEയിലുള്ള എല്ലാ ദൈവസഭകൾക്കായി സ്തോത്രം, എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇൻ പേഴ്സൺ ചർച്ചസ് നടക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം മാറി എല്ലായിടവും സ്വസ്ഥമാകുവാൻ, പഴയതുപോലെ ക്രമീകൃതമാകുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ UAE തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ എമിറേറ്റ്സിനായി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ മഹത്വം എടുക്കണമേ, വരവിനായി ഒരുക്കുമാറാകണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പരിശുദ്ധ പിതാവേ, കേൾക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥന ഈ രാത്രികാലം കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തോട് അത്ഭുതം പ്രവർത്തിക്കട്ടെ. പിന്നെ UAE പട്ടണത്തെ ഓർത്ത് പല വിഷയങ്ങളുണ്ട്. ഈ ദേശത്ത് പാർക്കുന്ന ദൈവമക്കളെ എല്ലാം ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ രാജ്യത്തെ ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കമ്പനി നടത്തുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ ഈ ദേശത്ത് ജോലിയിലായിരിക്കുന്നവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രയിലെ പോക്കിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അതേപോലെ നമുക്ക് നാട്ടിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം തക്ക സമയത്ത് ഓപ്പണായി ലഭിക്കേണ്ടതിനായിട്ട്, അതുപോലെ പോർട്ടുകളൊക്കെ ഓപ്പണായി ലഭിക്കേണ്ടതിനായിട്ട്, അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ കർത്താവ് സുരക്ഷിതമായി നിലനിർത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ ദൈവമക്കളെല്ലാം ഒരു പ്രാവശ്യങ്ങൾ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിനായി നമുക്ക് ദൈവത്തെ വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നത് ഓർത്ത്, ഈ രാജ്യത്ത് നൽകിയ ആ ഫ്രീഡത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ രാജ്യത്തെ ഓർത്ത് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഹെർബർട്ട് ജോൺ ബ്രദർ പ്രാർത്ഥിച്ചാട്ട് ഇപ്പം പറഞ്ഞ വിഷയങ്ങൾ. പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവ് തിരുപ്പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവെ ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ UAE പട്ടണത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ദിവസങ്ങളിൽ കർത്താവെ വീട് നിന്നെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. വിശേഷൽ കർത്താവെ ഹല്ലേലൂയ. ജോലി ചെയ്യുന്നവരെ ദൈവം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശേഷൽ കർത്താവെ ഹല്ലേലൂയ. ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയിലും സ്വർഗം കർത്താവെ ഒരു പ്രാവശ്യം കൂടെ അപ്പോൾ ഈ പട്ടണത്തെ ദൈവം പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ യാത്രയിലും മറ്റും ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഫ്ലൈറ്റുമായി സംബന്ധമായ കർത്താവെ വലിയ മേഖലകൾക്കകത്തൊക്കെ കർത്താവ് എത്രയും വേഗം കർത്താവിന്റെ തടസ്സങ്ങൾ മാറുവാൻ സ്വർഗമിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധിയിലും ദൈവത്തിന്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്കൂളുകളിലൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അതിലെല്ലാം ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ മേഖലയിലും കർത്താവെ ഹല്ലേലൂയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നിമിഷങ്ങളാക്കി വരും നിമിഷങ്ങളിൽ സ്വർഗം തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പട്ടണത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തന്നെ കാവലായി ഇറങ്ങി കർത്താവെ അവിടുന്ന് കൂടെയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയം അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തായിട്ട് നമുക്ക് കുവൈറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഡിഫൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തും സമാധാനവും സന്തോഷവും ദൈവം നൽകണം. അങ്ങനെ നമുക്ക് കുവൈറ്റ് സിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഫിനി ജോൺ അവറുകളെ ക്ഷണി. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ കർത്താവെ, ഞങ്ങൾക്ക് എങ്ങനെ കർത്താവ് പ്രാർത്ഥന സംഘമായി കൂടുവാൻ സഹായിച്ചതിന് സ്തോത്രം. പ്രത്യേകാൽ കുവൈറ്റിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വലിയ കർത്താവെ കുവൈറ്റിലെ ഭരണാധികാരികൾക്കായി സ്തോത്രം.
കർത്താവെ ദൈവകൃപ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം. കർത്താവെ അവിടെയുള്ള കർത്താവ് യുദ്ധത്തിന്റെ ഭീഷണിയിൽ മറ്റുമായിരിക്കുന്ന അവിടെ ഉള്ള ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അവിടെയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള ജോലി സാധ്യതകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആർക്കും ഒരു ദോഷം സംഭവിക്കുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവമക്കൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം. അവിടെയുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അവിടെയുള്ള ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ദൈവവും കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. യാതൊരു വിധത്തിലും ഭാരപ്പെടുവാൻ അനുവദിക്കരുതേ. എത്രയും പെട്ടെന്ന് കർത്താവ് ഈ പ്രതിസന്ധികളൊക്കെ മാറുവാൻ, കർത്താവെ ഫ്ലൈറ്റൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുവാൻ, കർത്താവെ സ്തോത്രം സ്തോത്രം. തടസ്സങ്ങളെല്ലാം ദൂരീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. വീണ്ടും നമുക്ക് ഖത്തർ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഡിഫൻസിനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ അതിശയകരമായ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവാഞ്ചലിസ്റ്റ് CK എബ്രഹാം അവർ ഇപ്പോൾ പ്രാർത്ഥനയിൽ സഹായിക്കും. ഹാലലി കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. തലമുറയായി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതി സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവെ, നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നപ്പോൾ ഒരു പ്രാവശ്യം തിരുമുഖത്തേക്ക് നോക്കുവാനും അപ്പാ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവ് നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതി കർത്താവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനാ സംഘമായി കൂടി വരുവാൻ തക്കൊണ്ണം സ്വർഗം സഹായിച്ച എല്ലാ കൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവെ. ഖത്തർ പ്രദേശത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ആയിരിക്കുന്ന എൻ്റെ മക്കൾക്കായി സ്വാതന്ത്ര്യ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുത്തെ ചർച്ചിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവ് തുറന്ന് പ്രവർത്തിപ്പാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പ്രതിസന്ധികളും ഈ നാളുകൾ കർത്താവെ മാറിപ്പോകാൻ തക്കണം ഒരുമിച്ച് ഹാലിന്റെ ദിവസം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വിഷയങ്ങൾ ദൈവം മറുപടി ഞങ്ങൾ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ ദേശത്തായിരിക്കുന്ന ഭരണാധികാരികൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. അവിടുത്തെ ഡിഫൻസിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദിവസാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന ശക്തി നടത്താനായി പ്രാർത്ഥനയ്ക്കായി സ്തോത്രം സകലേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പ്രാർത്ഥന കേട്ടതിനായി കരം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. അടുത്തായിട്ട് സൗദി രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ രാജ്യത്തിലും അനേകം ദൈവമക്കളുണ്ട്. ആ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കേണ്ടതിനായിട്ട് അവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് പാസ്റ്റർ വർഗീസ് അവർ ഇപ്പോൾ പ്രാർത്ഥന സഹായിച്ചു. നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവെ, നന്ദിയോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങളെ കരുതുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ് സ്തുതിക്കുകയാണ്. കർത്താവെ, ദേശത്ത് വർദ്ധിച്ചു വരുന്ന പ്രതികൂലങ്ങളിൽ നിന്നൊക്കെയും തന്റെ ദേശത്തെ വിടുവിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഈ സമയം സൗദിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനവധി അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും ദേശത്തിന് നേരെ കടന്നു വന്നപ്പോഴും സ്വർഗത്തിൽ ദൈവം ആ ദേശത്തെ അവിടുന്ന് പരിപാലിച്ച ദൈവമക്കളെ അവിടുന്ന് സൂക്ഷിച്ച അതിന്റെ ദയക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന കർത്താവെ, ഒരു സമാധാനം ഈ ദേശത്ത് അയക്കണമേ കർത്താവെ. ദൈവജനത്തിന് ദൈവമക്കൾക്ക് ദേശനിവാസികൾക്ക് പ്രതികൂലങ്ങളിലൊക്കെയും വിടുതൽ പ്രാപിച്ച് സമാധാനത്തോടെ ദേശത്ത് കഴിയുവാത്തപ്പോൾ ദൈവമേ അവിടുന്ന് സമാധാനം അയക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. ദേശത്തിന്റെ ഭരണകർത്താക്കന്മാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ കർത്താവ്. വിവേകത്തോടി ജ്ഞാനത്തോടി ദേശത്തെ ഭരിപ്പാത്ത കൊണ്ട് ദൈവരെ ബലപ്പെടുത്തുമാറാണമേ. ദൈവജനത്തിന് സ്വാതന്ത്ര്യത്തോടെ അവിടെ ആരാധിപ്പാൻ ദൈവത്തിന് വഴിയൊരുക്കണമേ. കൃപ കൂടെ ഇരുന്നാട്ട വെച്ച ആ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് അടുത്തതായിട്ട് ബഹ്റൈൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. രണ്ട് രാജ്യത്തെയും സമാധാനവും സന്തോഷവും ലഭിക്കേണ്ടതിനായിട്ട് ദൈവജനത്തെ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീനെന്ന്. ആ രണ്ട് രാജ്യത്തെയും ഓർത്തുകൊണ്ട് ഇന്നത്തെ രാത്രികാലം ആ രാജ്യത്തെയും കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അലക്സ് ബ്രദർ പ്രാർത്ഥിച്ചിട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. അടങ്ങിൽ കർത്താവ് ദൈവമേ, പ്രാർത്ഥനാ സംഗമത്തിൽ ചില വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാഠങ്ങളിൽ പ്രാർത്ഥനയുടെ ആയിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ വിഷയം അവിടെ കർത്താവ് ദൈവമേ, പ്രിയ കർത്താവ് ദൈവമേ, ബഹ്റിൻ രാജ്യത്തെയും കർത്താവ് ഇസ്രായേൽ രാജ്യത്തെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ,
ഇരു രാജ്യങ്ങളിലും കർത്താവ് ദൈവമേ അങ്ങയുടെ ദൈവിക സമാധാനവും സന്തോഷവും ഇവിടെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ യുദ്ധവും യുദ്ധശ്രുതികളും യുദ്ധഗതികളും ഒക്കെയും അവസാനിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് രാജ്യങ്ങളുടെയും കർത്താവ് ദൈവമേ ഭരണകർത്താക്കന്മാരെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ ക്ഷേമകരമാകുന്ന രീതിയിൽ, ലോകത്തിന്റെ സമാധാനം വരുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ രാജ്യങ്ങളിലുമുള്ള എല്ലാ ജനത്തെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ അനുഗ്രഹിക്കണമേ, അവരുടെ ജീവനെ സംരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ രാജ്യങ്ങളുടെ സാമ്പത്തികമായ നിലവാരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതൊന്നും തകർന്നു പോകാതെ കർത്താവേ ബിസിനസ് മേഖല തകർന്നു പോകാതെ കർത്താവ് ദൈവോടൊന്ന് അനുഗ്രഹമാക്കി മുന്നോട്ട് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ രാജ്യങ്ങളുടെ പ്രതിരോധ സേനാ വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നാളുകളിൽ ഈ രാജ്യങ്ങളിലൊക്കെയും സമാധാനവും സന്തോഷവും പൂർണ്ണതോതിൽ പുലരുവാൻ അങ്ങ് അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പിന്നെയും അടിയങ്ങൾ സമർപ്പിക്കുന്ന വിഷയത്തിന്റെ മധ്യേ അവിടുന്ന് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. യാതന കേൾക്കണം, മറുപടി അയക്കണം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കരമുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അടുത്തായിട്ട് നമുക്ക് ഇറാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സമാധാനം അവിടെയുള്ള രാജ്യത്തിന് വേണ്ടി, ആ രാജ്യത്തുള്ള ഭരണാധികാരികൾക്കായിട്ട്, അവിടെ വസിക്കുന്ന ജനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ സമാധാനം കർത്താവ് അയക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബ്രദർ സ്റ്റെരി റിച്ചൻസ് പ്രാർത്ഥനയെ നമ്മെ സഹായിക്കുന്നതായിരിക്കും. പരിശുദ്ധന നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകിയ സമയത്തിനായി സ്തോത്രം. പ്രാർത്ഥന കർത്താവ് ഈ ചാപ്റ്ററിന്റെ കീഴിൽ കർത്താവ് ഞങ്ങൾക്ക് അനേക വിഷയങ്ങൾ ഒന്നിച്ചു കൂടുവാനും കർത്താവ് അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനും കർത്താവ് തന്നിരിക്കുന്ന നല്ല വലിയ സമയത്തിനായി സ്തോത്രം. അടിയന് മുമ്പായി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാരിക്കാൽ, ഞങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാരിക്കാൽ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ദൈവമേ, ഞങ്ങളെ കർത്താവിനദാസൻ പറയപ്പെട്ട ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് ഞങ്ങള് കർത്താവെ ബാധിച്ചരായിരിക്കുന്നല്ലോ. കർത്താവെ പ്രത്യേകിച്ച് ഇറാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുദ്ധങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് സന്തോഷം തരികയില്ലല്ലോ. അതിൻ്റെ വിധ പ്രയാസങ്ങള് പല രാജ്യങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവെ ഇറാന്റെ ഭരണാധികാരികളോട് സംസാരിക്കണമേ. കർത്താവെ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഹല്ലേലൂയ ലോകം കടന്നു വരുവാൻ തക്കോണം ദൈവം കൃപ ചെയ്യണം. പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തുന്ന കർത്താവ് ജീവിക്കുന്ന ദൈവമായിരിക്കുക. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ദൈവമക്കളെ ഈ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പ ആമേ, ഞങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നിരത്ത് വീണാൽ അറിയുന്ന കർത്താവ് യുദ്ധത്തിന്റെ പിന്നിലുള്ള സകല രഹസ്യങ്ങളെയും കർത്താവ് അറിയുകയാൽ കർത്താവിനെ വാഴ്ത്തുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഈ യുദ്ധങ്ങൾ ഞങ്ങൾക്ക് ദോഷമായി തീരുന്നത് കൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം സമാധാനം അന്തരീക്ഷം വരട്ടെ. എത്രയും പെട്ടെന്ന് ഒരു സമാധാനം കർത്താവ് ഈ ഭൂമിയിൽ ആ മേഖലയെ ആടുവാൻ തക്കൊണ്ട് സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നീ അപ്രകാരം ചെയ്യുന്ന ദൈവമാരിക്കാല് തന്റെ വൃതന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേട്ട് മറുപടി അയക്കുന്ന ദൈവമാരിക്കാൽ കർത്താവിനെ വാഴ്ത്തുന്നു. അപ്പന്റെ കാര്യങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു. ആ പ്രകാരം കർത്താവ് ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വിശ്വാസത്തോടെ ഞങ്ങളത് ആമേൻ കർത്താവ് അത് അങ്ങനെ ചെയ്തു എന്നാണ് സകലവും പുനർനാമോത്തത്തിനാക്കി തീർത്താട്ടെ. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് യോസെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സമാധാനവും സന്തോഷവും അയക്കേണ്ടതിനായിട്ട്, ഭരണാധികാരികളോട് ദൈവം ഇടപെടേണ്ടതിനായിട്ട് ഈ രാത്രികാലം നമുക്ക് അല്പനേരം ദിവസനെ പ്രാർത്ഥിക്കാം. ബ്രദർ ഷിബു വർഗീസ് അവർ നമ്മുടെ മധ്യ ഉണ്ട്. അദ്ദേഹം പ്രാർത്ഥന സഹായിക്കും. മ്യൂട്ടാണ് അച്ഛാ. മ്യൂട്ടായിട്ടില്ല. സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ രാത്രികാലം വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഈ സന്ധ്യാവേള കർത്താവേ, എന്റെ മക്കളാണ് ഞങ്ങൾ ഇങ്ങനെ കൂടി വരാൻ സൗകര്യ അവസരങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ ദൈവം അറിയുന്നുണ്ട്. അറിയാവുന്നൊരു കാര്യം ലോകത്ത് സംഭവിക്കുന്നതിനെ വിശ്വസിക്കുന്ന കർത്താവേ. രാത്രികാലം കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനത്തിന് ദൈവമാണല്ലോ കർത്താവ്. സമാധാനം ലോകത്ത് നയിക്കുമാറാകണമേ. യുദ്ധത്തിന്റെ ഘടകങ്ങളുടെ ലോകത്തിന്റെ രാജ്യങ്ങളെ ദൈവം ഗ്രഹിക്കണമേ. അനേകർ കർത്താവേ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക ഹല്ലേലൂയ സാമ്പത്തികമായ കഷ്ടങ്ങൾ
വേദനയിലൂടെ കടന്നു പോകുന്നു. അനേകരും മരണത്തിന് കീഴ്പ്പെട്ടു പോയിരിക്കുന്നു. അനേകരും മുറിവേറ്റിരിക്കുന്നു. സമാധാന ദൈവത്തിലായിക്കണമേ. രാജ്യങ്ങളെല്ലാം ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. സമാധാനം കൊണ്ട് വിശേഷാദിവസം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനാദികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവിന്റെ കരം അവിടെ നീട്ടുമാറാകണമേ. ആ ദേശത്തെ, ആ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ കർത്താവെ ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ, കൃപയോടെ രാജ്യത്തെ നയിക്കണം. എല്ലാ ദൈവകൃപയാലും അതിന്റെ ഭരണാധികാരികളുടെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെല്ലാം സമാധാനം വരുത്തണമേ കർത്താവെ. അവിടുത്തെ കരങ്ങളിൽ കൃത്യമായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സമാധാനത്തിന് ദൈവത്തിന്റെ കരകളോട് നിൽക്കണമേ. കഷ്ടങ്ങളോടെ കടന്നുമ്പോൾ എല്ലാ ലോക രാജ്യങ്ങളെ ഒന്നും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥന ശബ്ദത്തിൽ നിങ്ങളെ സഹായിച്ചിരിക്കാതെ, രാജ്യങ്ങളെല്ലാം അനുഗ്രഹിച്ചിരിക്കാതെ സ്തോത്രം. യേശു ക്രിസ്തുവിനുള്ള നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം പ്രാർത്ഥനാ ധ്വനിയിലുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ രാത്രികാലം യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മെസ്സേജ് പറയുന്ന ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട കൊയറിൽ കൂടെ നല്ല മനോഹരമായ പാട്ടുകൾ പാടി ഈ രാത്രികാലം നമ്മെ സന്തോഷിപ്പിച്ച കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇളംപള്ളിക്കൽ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം വളരെ സന്തോഷമുണ്ട് ഈ രാത്രികാലം നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് സാജൻ ദേവദാസൻ നാട്ടിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിന്റെ മകനെ കർത്താവ് ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കണം. ആ ദേശത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് നിന്റെ മകനെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ഈ രാത്രികാലം പ്രാർത്ഥിക്കാം. അതുപോലെ അവിടെ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടിൽ നല്ല കാലാവസ്ഥയൊക്കെ നല്ല അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട്, ആ സമയങ്ങളെല്ലാം ദൈവ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന്, അനേകം പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, അനേകം പേർക്ക് ഒരു വിടുതൽ ലഭിപ്പാൻ തക്കോണം ആ കൺവെൻഷനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സാജൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഇപ്പോൾ ബെന്നി കലിക്കൽ നമ്മുടെ മധ്യമുണ്ട്. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. പരിശുദ്ധ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ വീണ്ടും കടന്നു വരുന്നു. അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ദൈവസന്നിധാനത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളോട് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധുനിയുടെ ഹല്ലേലൂയ ഉദ്ദേശം തന്നെ പ്രാർത്ഥനയിൽ കൈത്താങ്ങുക എന്നുള്ളതാണല്ലോ. കർത്താവ് യുഎയുടെ പ്രദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഹല്ലേലൂയ വിവിധ വിഷയങ്ങൾക്കായി ഇടിവിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം കർത്താവെ പറയപ്പെട്ട വിഷയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവനാമ മഹത്വത്തിനായി നിൽക്കുവാൻ തക്കവണ്ണം ഓരോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കുന്നതിനായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാധുനിയുടെ എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഡയറക്ടേഴ്സിനായി, കൗൺസിൽ മെമ്പേഴ്സിനായി, ഹല്ലേലൂയ ഓരോ പ്രവർത്തന മേഖലയിലും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡയറക്ടറായിരിക്കുന്ന ബെൻസൺ പാസ്റ്ററായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന ദൈവദാസനായി, ഇന്ന് രാത്രികാലം സന്ദേശം നൽകുന്ന ദൈവദാസനായി, ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി വർഷിപ്പ് ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി ഞങ്ങൾ ദൈവസന്നിധിയിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഇളംപള്ളിക്ക് ഹല്ലേലൂയ കൺവെൻഷനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാജൻ ബ്രദറിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ദാസൻ ഹല്ലേലൂയ അവിടെ ശുശ്രൂഷിക്കുന്ന ദിവസത്തിൽ കർത്താവെ വലിയ ഉണർവിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സ്വർഗം ഇടയാക്കണം. പരിശുദ്ധിയാത്മാവിന്റെ വലിയ നിറവ് ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസനെ ശക്തമായി അവിടെ ഉപയോഗിക്കണമേ. ലളിതമായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുവാൻ തക്കവേണം. ദേശത്തോട് ഗ്രാമത്തോട് ഇടപെടുന്ന ദൈവത്തിന്റെ ആത്മശക്തി നിന്റെ ദാസന നാവിലൂടെ വ്യാപരിക്കുവാൻ തക്കവേണം സ്വർഗം ബലപ്പെടുത്തുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ജയം കൽപ്പിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ ദേശത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കർത്താവെ, പ്രാർത്ഥനയ്ക്കായി ഇടിവിൽ നിൽക്കുവാൻ, മുട്ടുമടക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല സാവകാശത്തെ ഓർത്തുകൂടി സ്തോത്രം ചെയ്യുന്നു. ലോക രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകേണ്ടതിനായി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുവാൻ സ്വർഗം ഇടയാക്കണം. കർത്താവ്, എങ്കിലും കർത്താവ് ദൈവത്തിന്റെ വചനങ്ങൾ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ അത് നിറവേറുവാൻ തക്കവേണം സ്വർഗം അവിടുന്ന് ഇടയാക്കുന്ന ഓരോ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം ഓരോ നിയോഗങ്ങളായി ഞങ്ങൾ കണക്കാക്കുന്നു. ഇതിന്റെ നടുവിലും സുരക്ഷിതമായിരിക്കാൻ, സമാധാനത്തോടെ ആയിരിക്കാൻ ദൈവമക്കളെ അവിടുന്ന് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കണ്ണുനീര് മാറി ഹല്ലേലൂയ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു നാൾ ഞങ്ങൾക്ക് വരുമെന്നറിഞ്ഞ് പ്രത്യാശയോടെ ജീവിക്കാൻ സ്വർഗം ഇടയാക്കിയാട്ട് സകല മാനവ മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയായിട്ടാണ് സ്തോത്രം. ഒന്ന് രണ്ട് വിഷയങ്ങളോടെ പ്രാർത്ഥിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കാലാവസ്ഥ കർത്താവ് തരേണ്ടതിനായിട്ട് ഭരണാധികാരികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്ത് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന് സാജൻ ജോർജ് അവർ ഇപ്പോൾ പ്രാർത്ഥനയെ സഹായിക്കുന്നത്. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ UA ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഗമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ അഭയയാചന കഴിപ്പാൻ, ഇടിവിൽ നിൽപ്പാൻ നൽകി തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ദൈവസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഒടുവിലായി പറയപ്പെട്ട ആ വിഷയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനായി ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മാതൃരാജ്യമാണ്. ആ ദേശത്തിന്മേൽ ദൈവിക സമാധാനം കൽപ്പിക്കണമേ. സുവിശേഷ വിരോധികളാൽ വല്ലാതെ വലയുന്ന ഒരു അനുഭവമുണ്ട്. അതിന്റെ നടുവിലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കാനും ഒക്കെ ഉതകുന്ന ഒരു മണ്ണാക്കി ഇന്ത്യ രാജ്യത്തെ തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പട്ടണത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന അത്യധ്വാനം ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാരും കുടുംബങ്ങളുമുണ്ട്. പ്രതിസന്ധിയിലൂടെ കർത്താവെ കടന്നു പോകുന്നവരുണ്ട്. കേസിലും വഴക്കിലും ഒക്കെയായി കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു മനസ്സോടെ ആ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത വലിയൊരു ശുശ്രൂഷ അവർ ചെയ്യുന്നുണ്ടല്ലോ. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. പ്രതിഫലം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ത്യ രാജ്യം കർത്താവ് ഒരു ക്രൈസ്തവ രാജ്യമായി മാറേണ്ടതിനായി, ക്രിസ്തുവിനെ അറിയുന്ന ഒരു രാജ്യമായി മാറേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യണമേ. ഭരണാധിപന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നതിൽ ഒത്തിരിഹിത പ്രകാരമുള്ള ഒരു ഗവൺമെന്റ് നാട്ടിൽ വരേണ്ടതിനായി ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഇന്ത്യ രാജ്യത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാജ്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു വിഷയം കൂടെ ഉണ്ട്, അത് പ്രാർത്ഥിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയിൽ അനേകം ദൈവമക്കൾ സുഖമില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അവരെ ഓർത്ത് നമുക്ക് ഈ രാത്രികാലം ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ കൊയർ ലീഡ് ചെയ്യുന്ന സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനെ സ്വാഗതം ചെയ്യുന്ന കർത്താവേ, ഇത്രത്തോളം സമയം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവ സഹായിച്ചർവയ്ക്കായി സ്വാഗതം ചെയ്യുന്ന പിതാവെ, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ വിടുതലിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാൻ. ക്ഷേത്രത്തിന് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന സൗരങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ, ദൈവത്തിൻ്റെ ആശ്വാസം വിടുതൽ ദൈവം കൽപ്പിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന വനശുശ്രൂഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ, മനസ്സംസാരിപ്പാൻ ദാസനെ ദൈവം ബലപ്പെടുത്തുമാറാൻ പ്രാർത്ഥിക്കുന്ന പിതാവെ, വാനത്തിലൂടെ വാസമായി ഞങ്ങളോട് സംസാരിക്കുമാറാകണം. യഥാർത്ഥമായി ദൈവ ശബ്ദം കേൾപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക സ്ഥാനത്തിൻ്റെ മാറി ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന സ്വതം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, എന്നാ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത സെക്ഷനിലേക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതോർത്ത എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ഇവാഞ്ചലിസ്റ്റ് തോമസ് ജോർജ്. പ്രിയ അച്ഛനെ കർത്താവ് എത്രത്തോളം സഹായിച്ചല്ലോ. ഓരോ വിഷയങ്ങളും ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമായ വിഷയങ്ങൾ പറയുവാനും അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മളെ ഉത്സാഹിപ്പാൻ പ്രിയ ദൈവദാസനെ കർത്താവ് ഉപയോഗിച്ചു. തുടർന്നും അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അല്പനിമിഷം നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനായി UA ചാപ്റ്ററിന്റെ കൊയറിനെ ക്ഷണിക്കുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിലെ പ്രാർത്ഥിപ്പാൻ വലിയ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെട്ട് കാണുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. തുടർന്ന് അല്പനേരം നാം ദൈവന കേൾവിക്കായി പോകുന്നതിന് മുമ്പ് ഒരു ഗാനം കൂടി നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ആ ക്രൂശിൻ്റെ സ്നേഹത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിനോട് നമുക്കൊന്ന് പറയാം, കർത്താവേ, ആ ക്രൂശിൻ്റെ നീട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും
ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായുള്ള കാര്യമാണ്. കർത്താവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, വചനത്താലുള്ള ശുദ്ധീകരണം നാം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്ന സമയത്ത് നമ്മെ തന്നെ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കി കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സമർപ്പണത്തോടെ കർത്താവിലായിരിക്കുമ്പോൾ ഒരു ഗാനത്തിൻ്റെ ഇരടയിൽ കൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. പാപക്കാരനീക്കി പൂനമെല്ലാം പോക്കി ജീവനാദി എന്നിൽ ഒഴുക്കുക ഇപ്പോൾ. പാപക്കാരനീക്കി പൂനമെല്ലാം പോക്കി ജീവനാദി എന്നിൽ ഒഴുക്കുക ഇപ്പോൾ. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ. തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ. ജീവമന്നയേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നായി നിന്റെ ഗീതം പോലെ. ജീവമന്നയേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നായി നിന്റെ ഗീതം പോലെ. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. ലോകത്തിൽ ഞാൻ അന്യൻ നിന്നിൽ സർവധന്യൻ. കഷ്ടമേതും നേട്ടം മുന്നിൽ കാണുന്നു. ലോകത്തിൽ ഞാൻ അന്യൻ നിന്നിൽ സർവധന്യൻ. കഷ്ടമേതും നേട്ടം മുന്നിൽ കാണുന്നു.
ജീവപാതയോടി നിൻ മഹത്വം നേടി കുഞ്ഞാടെ ഞാൻ നിന്നിൽ ചേർന്നിടട്ടെ അന്ത്യം. ജീവപാതയോടി നിൻ മഹത്വം നേടി കുഞ്ഞാടെ ഞാൻ നിന്നിൽ ചേർന്നിടട്ടെ അന്ത്യം. ക്രൂശിന്മാറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. ക്രൂശിന്മാറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധനാക്കിടുക നീ രക്ഷക. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ ധന്യതിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഈ രാത്രി ഈ മീറ്റിംഗിൽ ആയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും, അതുപോലെ UA ചാപ്റ്ററിന്റെ ആദരണീയ പ്രസിഡന്റ് ആയിരിക്കുന്ന വർഗീസ് പാസ്റ്റർ, അതുപോലെ ജനറൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന സാൻജാന, വൈസ് കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ ഫിനിജാന, അതുപോലെ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, കൗൺസിൽ മെമ്പർ എല്ലാവരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രി അറിയിക്കുന്നു. നമുക്ക് ഇത്രത്തോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും പാടുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നാം പ്രാർത്ഥിച്ചതുപോലെ, മുമ്പേ പറയപ്പെട്ടതുപോലെ ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെടുന്നത് പോലെ 29-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, നാം ആയിരിക്കുന്ന പട്ടണത്തിൽ ഒരു നന്മ ഉണ്ടാകേണ്ടതിന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ദേശത്ത് നന്മ ഉണ്ടാകുകയും അത് നമുക്ക് നന്മയായി മാറുകയും ചെയ്യും എന്ന് അവിടെ പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് വളരെയാണ്. സ്തോത്രം. ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഒത്തിരി പ്രസക്തമാണ് ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി തീരുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു പാട്ടിന്റെ ഒരു വരികള് ഇങ്ങനെ ഉണ്ട്: നാളെയുടെ നിഗൂഢതകൾ എന്തെന്ന്, നാളെ എന്നതോർത്ത്, ഭാവി എന്താകുമെന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ, അതുപോലെ നാളെയുടെ നിഗൂഢതകൾ എന്താണ് നമുക്ക് അറിയത്തില്ല. എങ്കിലും പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെ, എന്റെ കരം പിടിച്ചിരിക്കുന്നവൻ ആരെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ ഉറപ്പിൽ ആയിരിക്കണം. നാം ആയിരിക്കേണ്ടത്. നാം എപ്പോഴും മറ്റുള്ളവരെ പോലെയല്ല. നമുക്ക് പ്രത്യാശയുണ്ട്. ഈ കാലഘട്ടങ്ങൾ മാറും. കർത്താവ് ജയത്തോടെ നമ്മെ നടത്തും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ ഈ രാത്രി ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ സഹോദരൻ ഫിന്നി ജോണിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദാസൻ നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ കൂട്ടായ്മകളിലും കൗൺസിൽ മെമ്പറായും അതുപോലെ മിഷന്റെ കോർഡിനേറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് തന്റെ സമയമായപ്പോൾ പ്രാർത്ഥനാ ധ്വനിയുടെ ജനറൽ കോർഡിനേറ്റർ, അല്ലെങ്കിൽ മെയിൻ കമ്മിറ്റിയിലേക്ക്, ആ കൗൺസിലിലേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെടാനും ദൈവം ആ ഒരു നിയോഗം തന്നിൽ കൊടുത്ത് വൈസ് കോർഡിനേറ്ററായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പാനിടയായി. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അനുഗ്രഹമായിരുന്നതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ ആഗോളപരമായി പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് നിശ്ചയമായിട്ടും ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ കർത്താവ് വിശേഷ ജ്ഞാനം, ബുദ്ധി ഒക്കെ കൊടുത്ത് പുതിയ നേതൃത്വത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ നിമിഷം UA ചാപ്റ്റർ പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നൽകുന്നു. എല്ലാവർക്കും കൈയടിച്ച് ദൈവദാസനെ കൺഗ്രാജുലേറ്റ് ചെയ്യാം. ദൈവനാമത്തിനായിട്ട് പ്രിയ ദൈവദാസനെ വീണ്ടും ദൈവം ഉപയോഗിക്കട്ടെ. ഈ രാത്രി തുടർന്നുള്ള സമയം നമ്മൾ വചന കേൾവിക്കായിട്ട് നാം പോവുകയാണ്. വിശേഷാൽ നമ്മുടെ മധ്യേ വചനവുമായി എഴുന്നേൽക്കുന്നത് നമ്മുടെ ആദരണീയ പ്രസിഡന്റ് തന്നെയാണ്, പാസ്റ്റർ വർഗീസ് ജോൺ ഓർത്തി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസൻ, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്,
വീഡിയോ ഓണാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ താൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും നമ്മൾ ആ ഉത്തരവാദിത്തോടെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും പലപ്പോഴും വീഡിയോ ഓണാക്കാൻ കഴിയാതെ താൻ ആയിരിക്കുന്നെന്നാൽ തുടങ്ങിയ നിമിഷം മുതൽ ഇപ്പോൾ ഇത്ര വരെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ചിരിച്ച മുഖമൊക്കെ കാണാനും ഒക്കെ ദൈവം സഹായിച്ചു. നിശ്ചയമായിട്ടും എനിക്ക് വ്യക്തിപരമായി അറിയില്ലെങ്കിലും ഇങ്ങനെ കണ്ടു പരിചയമുണ്ട്. ഞങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം കർത്താവ് പ്രിയ ദൈവദാസന് ഒരുക്കിയല്ലോ, അതോർത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചില കഷ്ടതകളൊക്കെ അത് നന്മയ്ക്കായിട്ടും അത് നമുക്ക് കൂടുതലും ആത്മീയ പ്രയോജനത്തിനുമായി ദൈവം മാറ്റുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മോട് ഇടപെടാൻ ഇടയാകും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി പ്രിയ ദൈവദാസനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ വർഗീസ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനാത്മയുടെ മീറ്റിംഗില്, ഈ മാസത്തെ മീറ്റിംഗിൽ ഇന്ന് എനിക്ക് വിത്ത് ക്യാമറ കടന്നു വരുവാൻ തക്കോണം സ്വർഗം ഇടയാക്കിയതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവമെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ ചില ദീർഘമാസങ്ങളായിട്ട് ക്യാമറ ഓണാക്കാൻ ക്യാമറ ഇല്ല. എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ക്യാമറ ഉള്ള ഫോൺ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ക്യാമറ ഇല്ലാതെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യം മൂലം ഇങ്ങോട്ട് ദാസിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുവാൻ ചില ദിവസങ്ങളായി ഒരു മാസത്തിലേറെയായി ഇവിടെ അരിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കാണുക കർത്താവിന്റെ വചനം സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഈ ദിനങ്ങളിൽ കടന്നു പോകുന്ന ഈ സാഹചര്യം നമുക്കാർക്കും അതിനെ പറഞ്ഞു തീർക്കുവാനോ അതിനെ കൺട്രോൾ ചെയ്യുവാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥനാധ്വനി കുടുംബത്തിലെ ദൈവമക്കൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് മൂലം സമാധാനം നമുക്ക് ലഭിപ്പാൻ, അല്പമെങ്കിലും സമാധാനം ഈ ദിനങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനാൽ സ്തോത്രം. അനേകരെ ഭാരങ്ങളും പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുമ്പോൾ ദൈവിക സമാധാനം ഈ ജനങ്ങളിൽ, ദേശത്തെ, രാജ്യത്തെ, ലോകത്തൊക്കെ ദൈവം അയച്ച് തന്റെ ജനത്തിന് സമാധാനത്തോടെ ജീവിപ്പാൻ തക്കോണം കർത്താവ് കരുണ ചെയ്യട്ടെ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് വീണ്ടും പ്രാർത്ഥന കൂടി ആയിരിക്കാം. നമുക്ക് അവരെ ഓർത്ത്, ദേശത്തെ ഓർത്ത് പ്രതികൂലങ്ങളിൽ നിന്ന് വിടിയിക്കേണ്ടതിന് ദൈവം വിടിയാക്കട്ടെ എന്ന് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണല്ലോ. എന്നെ ഒന്ന് രണ്ട് വിഭാഗങ്ങൾ വായിച്ച് ദൈവം തന്ന ആലോചന അറിയിച്ചിട്ട് ഇരിപ്പാനായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 3ഉം 4ഉം വേദഭാഗമാണ് ഞാൻ ഇന്ന് രാത്രികാലം ദൈവസന്നാഹനത്തില് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 3ഉം 4ഉം. അവിടെ ഞാൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ആത്മീയമായ, ഒരു വലിയ ആത്മീയ അർത്ഥമുള്ളായ ദൈവീയ വചനമാണ് ഇന്ന് രാത്രികാലം നമുക്ക് വായിപ്പാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ 3-ാം വാക്യത്തിൽ നമുക്കവിടെ ഒരു സംശയത്തെ കുറിച്ച് കാണുന്നെങ്കിലും 4-ാം വാക്യത്തിൽ അത് സംശയം മാറി ഒരു സമാധാനവും ഒരു സന്തോഷവും അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ പശ്ചാത്തലം ദൈവമക്കൾക്ക് വളരെ പരിചിതമാണ്. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലയുടെ കാര്യത്തിൽ മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗവുമായിട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ കല്ലറയിലേക്ക് പോയി, കല്ലറയ്ക്കൽ ചെന്നു. അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ പോകുന്ന സമയത്ത് അവർ ജീവിതത്തിലുണ്ടായ ഒരു സംശയമാണ്. ആ സംശയം ഇതാണ്: കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ. സംശയം മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ
വ്രണപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതുമാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ ഈ പ്രിയ സഹോദരിമാർ അവർ കടന്നു പോകുമ്പോൾ തമ്മിൽ സംശയത്തോട് പറയുകയാണ്, ആരാണ് നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി നീക്കുവാനായിട്ട് പോകുന്നത്, ആരുരുട്ടിക്കളയുമെന്ന് അവർ സംശയത്തോടെ ചോദിപ്പാൻ തമ്മിൽ പറയുവാനായിട്ട്. നമ്മൾ പലപ്പോഴും അനേക വിഷയത്തിന്റെ മുഖത്ത് നമ്മൾ സംശയിക്കാറുണ്ട്. ഈ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിസന്ധിയുടെ മേല് നമുക്ക് ഭയങ്കര സംശയമാണ്. ഇതെങ്ങനെ തീരും, ഇതെങ്ങനെ അവസാനിക്കുമെന്ന് നമ്മൾ പലപ്പോഴും സംശയിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഓർപ്പിക്കട്ടെ, സ്വർഗത്തിലെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. പ്രൈസ് ലോർഡ്. ഇവിടെ നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ 10-ാം സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 28-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന് പത്രോസ്, കർത്താവേ, നീ ആവുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കട്ടെ, ഇവിടെ പത്രോസ് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുക. പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വരുന്നത് അവർ കണ്ടു, അവർ ഭയപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പേടിക്കേണ്ട, ഇത് ഞാനാകുന്നു. ഇതൊക്കെയും പറഞ്ഞതിന് ശേഷം പത്രോസ് പറയുകയാണ്, അതിന് പത്രോസ്, കർത്താവ് നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നിന്റെ അടുക്കലേക്ക് വരേണ്ടതെന്ന് കൽപ്പിക്കണം. പ്രൈസ് ലോർഡ്. ഇവിടെ പത്രോസിന് ഒരു വലിയ ധൈര്യം ഉണ്ടാവുകയാണ്. അവിടെ പത്രോസ് പറയുകയാണ്, കർത്താവ് നീ ആകുന്നുവെങ്കിൽ എനിക്ക് നിന്റെ അടുക്കലേക്ക് ഒന്ന് വരണം. അപ്പോൾ കർത്താവ് അതിനുള്ള അനുമതി കൊടുത്തു. കർത്താവ് പറയുകയാണ്, 29-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ മീതെ നടന്നു. നോക്കട്ടെ, കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരണം. കർത്താവ് പറഞ്ഞു, അല്ല പത്രോസെ, പോരെ, വരിക. ധൈര്യത്തോടെ ഇറങ്ങി. പത്രോസ് ധൈര്യത്തോടെ ഇറങ്ങി. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഇറങ്ങി വെള്ളത്തിന് മീതെ മുന്നോട്ട് പോകുമ്പോൾ ഈ പോകുന്ന വേളയിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് അടുത്ത വാക്യത്തിൽ, എന്നാൽ അവർ കാറ്റ് കണ്ട് പേടിച്ചു തുടങ്ങിയാൽ കർത്താവെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ലോർഡ്. ഇവിടെ നോക്കട്ടെ, വളരെ വിശ്വാസത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെ കർത്താവിന്റെ അടുക്കലേക്ക് വെള്ളത്തിന് മീതെ നടന്നു പോകുവാൻ ഇറങ്ങിയ പത്രോസ് തന്റെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിന്മേലും താൻ ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. എന്താണ് ഭയപ്പെട്ടത്? അവൻ കാറ്റ് കണ്ട് പേടിച്ചു. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, പല പ്രശ്നങ്ങള്, പല പ്രതികൂലങ്ങള് നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മളെ ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടിടുമ്പോൾ നാം ഭയത്തിൽ മുങ്ങി താഴുവാനായിട്ട് തുടങ്ങുമ്പോൾ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, യേശു നമ്മോട് അടുത്തുണ്ട്. യേശു കരനീട്ടി നമ്മെ ഉയർത്തുവാൻ അവൻ ശക്തനെന്ന് ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ. പ്രൈസ് ലോർഡ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ഹല്ലേലൂയ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. യേശു എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. എന്നിട്ട് അവിടെ വായിക്കുന്നു, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. കൈ നീട്ടി പിടിച്ചിട്ട് പറയുകയാണ്, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? നോക്കട്ടെ, വലിയ പ്രത്യാശയോടെ വലിയ പ്രതീക്ഷയോടെ യേശുവിന്റെ അടുക്കിലേക്ക് ഇറങ്ങിത്തിരിച്ച, കടലിന്മേൽ നടന്നു പോകാനായിട്ട് ഇറങ്ങിത്തിരിച്ച പത്രോസ് ഹല്ലേലൂയ പെട്ടെന്ന് തന്റെ ജീവിതത്തിലേക്ക് ഭയം കടന്നു വന്നു. സംശയം കടന്നു വന്നു. ഈ സംശയം ഹല്ലേലൂയ തന്റെ ജീവിതത്തെ ആഴങ്ങളിലേക്ക് മുക്കിത്താടുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടേക്ക് യേശുവിന്റെ കരം നീട്ടി യേശുവിനെ പിടിച്ചതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ചില സംശയങ്ങൾ നമ്മുടെ ജീവിതത്തില് ഭാരത്തിന്റെയും വേദനയുടെയും ആഴത്തിലേക്ക് താഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യേശു നിന്നോടുകൂടെ, എന്നോടുകൂടെ, നമ്മോടുകൂടെ ഉണ്ട്. അവന്റെ കരം പിടിച്ച് നമ്മെ ഉയർത്തുവാൻ ദൈവശക്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥന നമ്മുടെ സംശയത്തെ മാറ്റുന്നതാണ്. പ്രാർത്ഥിക്കുന്ന ദൈവവേദനയോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ പത്രോസ് സംശയിച്ചുവെങ്കിലും അവർക്ക് വേണ്ടി, പത്രോസിന് വേണ്ടി ദൈവത്തിന്റെ കരമോട് ചലിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ വായിക്കുന്നു, കർത്താവ് ചോദിക്കുകയാണ്, നീ അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംശയത്തിന്റെ വിഷയമില്ല. പ്രൈസ് ലോർഡ്. യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു നിന്റെ കരം പിടിപ്പാൻ, നമ്മുടെ കരം പിടിച്ച് നടത്തുവാൻ, നമ്മുടെ കരം പിടിച്ച് നയിക്കുവാൻ യേശു ശക്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കല്ലറയിലേക്ക് കടന്നു വന്നായ പ്രിയ സഹോദരിമാർ അവർ തമ്മിൽ സംശയിപ്പാനായിട്ട് തുടങ്ങി. അവർ തമ്മിൽ സംസാരിച്ചു. ആ സംസാരത്തിന്റെ ആഴം അവർക്കൊരു സംശയമാണ്, ഭയമാണ്. നമുക്ക് വേണ്ടി
കല്ലുരുട്ടി നീക്കും? ഹല്ലേലൂയ. ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവർ തമ്മിൽ ഹല്ലേലൂയ ആമേൻ ഒരു ചോദ്യചിഹ്നമായിട്ട് അവരുടെ ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ചോദിക്കുകയാണ്, ആര് ഹല്ലേലൂയ ഈ കല്ലിനെ ഒന്ന് മാറ്റും? ആര് ഈ പ്രശ്നത്തെ ഒന്ന് നീക്കും? ആര് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തരും? ആര് ഹല്ലേലൂയ ആമേൻ ഇതിൽ നിന്നൊരു വിടുതലയിക്കുമെന്ന് അവർ തമ്മിൽ പറയുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കാമൻ ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇതൊന്നും ഒരു ഭാരമല്ല. ഹല്ലേലൂയ. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 2-ാം അധ്യായം ആമേൻ 3-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ മക്കളുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാണുവാനായിട്ട് കഴിയുന്നു. അവർ ഹല്ലേലൂയ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇസ്രായേൽ മക്കൾ അവർ നിലവിളിച്ചു. ഹല്ലേലൂയ. അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ട് 2-ാം അധ്യായം ഹല്ലേലൂയ 24-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അവർക്ക് വേണ്ടി ദൈവം ആമേൻ അവരുടെ നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നിട്ട് ഹല്ലേലൂയ അതിന്റെ 23-ാം വാക്യം ആമേൻ അതിന്റെ 2-ാം ഭാഗം ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. നോക്കട്ടെ, അവരുടെ ജീവിതം ആമേൻ എന്നും സുഖമായി പോയില്ല. എന്ന് സുഖമാണെന്ന് ഒരു പക്ഷെ അവർ ചിന്തിച്ചു കാണാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്നു. അവരുടെ ആമേൻ ആമേൻ മിസ്രയീമിലെ ജീവിതത്തിൽ ആമേൻ ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ കാണുന്നു, അടിമവേല നിമിത്തം അവർ നെടുവേർപ്പിട്ട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കും എന്നും ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ കടന്നു പോകുമെന്ന്. ഹല്ലേലൂയ. ഇതെന്നും ഒരു പ്രശ്നമില്ലാത്ത ജീവിതത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പക്ഷെ നാം ചിന്തിച്ചിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്നപ്പോൾ ഹല്ലേലൂയ വളരെ സന്തോഷത്തോട് വളരെ സമാധാനത്തോടെ ആയിരുന്നപ്പോൾ അവർ ജീവിതത്തിൽ ഇതാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അവിടെ കാണുന്ന എങ്ങനെയാണ്. യോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ ഉണ്ടായി. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ യോസഫിനെ അറിയാത്ത ഒരു രാജാവായി ആമേൻ അവിടെ ആ ദേശത്ത് ആമേൻ രാജഭരണം ഏറ്റെടുത്തപ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് അദ്ദേഹത്തിന് ആ രാജാവിന് ഒരു അറിവുമില്ല. ആമേൻ അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അവർ നിലവിളിച്ചു, നെടുവീർപ്പിട്ടു, അടിമവേല ഹേതുവായി നിലവിളി ദൈവസന്നിധിയിലെത്തി. നോക്കട്ടെ, ദൈവം ആമേൻ വാഗ്ദത്തം ചെയ്ത ദൈവം ഹല്ലേലൂയ അവരുടെ വാഗ്ദത്തം, അവരോടുള്ള ദൈവീയ വാഗ്ദത്തം ആമേൻ അവരോടുള്ള ദൈവീയ ആലോചനകൾ ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. നമ്മോടുള്ള ദൈവീയ വാഗ്ദത്തം അത് തക്ക സമയത്ത് നിറവേറ്റുവാൻ ദൈവശക്തനാണ്. എപ്പോൾ നിറവേറ്റും? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ കരം നീട്ടി അവൻ വിടിയിപ്പാൻ അവിടുത്തെ ശക്തനാണെന്നുള്ള ആ ദൈവവചനം, ആ ദൈവീയ സാന്നിധ്യം രാത്രികാലം അറിയുവാനായിട്ടിടയാകട്ടെ. അവരുടെ നിലവിളി ദൈവസന്നിധാനത്തിലേക്ക് എത്തി. അവിടെ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു, അടിമവേല ഹേതുവായി ആമേൻ ഹല്ലേലൂയ അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ദേശത്ത് നടക്കുന്ന പ്രതികൂലങ്ങളുടെ മേലെ ഒരു നിലവിളി ഉയരട്ടെ. ആമേൻ. ദേശത്ത് നടക്കുന്ന പ്രശ്നത്തിന് മേലെ ഒരു നിലവിളി ഉയരട്ടെ. ദൈവജനത്തിന് എതിരായി നിൽക്കുന്ന പ്രതികൂലത്തിന്മേൽ ഒരു നിലവിളി ഉയരട്ടെ. ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം ആ ദൈവസന്നിധിയിൽ ആ നിലവിളി എത്തിയിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവജനത്തോടുള്ള ആ നിയമത്തെ ദൈവം ഓർക്കുവാൻ, ദൈവജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം അതിനിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവിടെ വായിക്കുന്നു ഹല്ലേലൂയ ദൈവം അവരുടെ നിലവിളി ആമേൻ കേട്ടു. ഹല്ലേലൂയ ആമേൻ. എന്നിട്ട് വായിക്കുന്നു, ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ആമേൻ തനിക്കുള്ള നിയമത്തെ ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. നോക്കട്ടെ, ഒരു വലിയ പ്രവൃത്തിയുടെ ദൈവീയ പ്രവൃത്തി അവിടെ തുടങ്ങുകയാണ്. ആമേൻ. പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരു വലിയ ദൈവ പ്രവൃത്തി ആമേൻ ദൈവം അവിടെ തുടങ്ങിയാണ്. എന്താണെന്നറിയാമോ? ആമേൻ ദൈവം തന്റെ ദൈവജനത്തോട് തന്റെ വിശുദ്ധന്മാരോട് അരുളിച്ചതായ ദൈവിക ആലോചന ദൈവം അവിടെ ഓർത്തു. ഹല്ലേലൂയ ദൈവം അവരെ കടാക്ഷിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം
പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയുടെ മുകളിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ മേലെ ദൈവം നമുക്ക് വേണ്ടി വിടിയിപ്പാൻ, ദൈവം നമ്മെ വിടിയിക്കുവാൻ തക്കവണ്ണം ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാത്രികാലം മറന്നു കളയരുത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അവരെ ഓർത്തു. ആമേൻ. അവിടെ നമ്മള് 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് കടന്ന് 3-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. മോശയോട് ദൈവം അരുളി ചെയ്യുകയാണ്. ആമേൻ. മോശയോട് പറയുകയാണ്, എന്റെ യഹോവ ആമേൻ മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. നോക്കട്ടെ, എത്ര വളരെ വ്യക്തമായി, എത്ര സ്പഷ്ടമായി മോശയോട് ദൈവം പറയുക, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരെ, ഏത് യുദ്ധങ്ങൾ കടന്നു വന്നുകൊള്ളട്ടെ, ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നുകൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങൾ കടന്നു കൊള്ളട്ടെ, ആമേൻ, നമ്മുടെ കഷ്ടതയെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ വേദനകളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ നിന്ദകളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ നിന്ന ഇന്ന് രാത്രി കാലം നീക്കുവാൻ, ആ കഷ്ടതകൾ നീക്കുവാത്തൊക്കെ ദൈവം നമ്മൾ ശക്തനാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടി കളഞ്ഞിരിക്കുന്നു. നോക്കട്ടെ, യോശുവയോട് പറയുകയാണ്, മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ആമേൻ. നിന്ദിക്കപ്പെട്ടവരായി, ആമേൻ, പ്രയാസം അനുഭവിക്കുന്നവരായി, മിസ്രയീമിൽ അടിമവേലയിലായിരുന്ന, നിലവിളി ഉയരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം യോശുവയോട് പറയാണ്, അവരുടെ നിന്ന ഇന്ന് ഞാൻ നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്രയോ പ്രാവശ്യം നിന്ദിക്കപ്പെട്ടവരായി, എത്രയോ പ്രാവശ്യം വേദനിക്കുന്നവരായി, എത്രയോ പ്രാവശ്യം ഭാരം അനുഭവിക്കുന്നവരായി നമ്മൾ ആമേനായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അവിടെയൊക്കെ നിന്റെ നിന്നയെ മാറ്റി നിനക്ക് തേജസ്സും ബഹുമാനവും നിന്നെ അണിയിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് രാത്രികാലം മറന്നു കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി നീക്കുമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് സംശയത്തോടെ ഇരുന്ന ആമേൻ, ഹല്ലേലൂയ, ആമേൻ, തന്റെ ആമേൻ പ്രിയ സഹോദരന്മാർ, അവിടെ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ നോക്കിയ ഹല്ലേലൂയ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. എന്നിട്ട് പറയാണ്, അത് ഏറ്റവും വലുതായിരുന്നു. ഇന്ന് രാത്രി കാലം ഓർപ്പിക്കട്ടെ, ചെറിയ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. ചെറിയ വിഷയമല്ല നമ്മുടെ വിഷയം. ഹല്ലേലൂയ. ആമേൻ. അത് നിസ്സാര വിഷയമല്ല. ആമേൻ. അത് ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ ആമേൻ വലുതാണ്. അവിടെ വായിക്കുന്നു, ആ കല്ല് ഏറ്റവും വലുതാണ്. പ്രശ്നമാകുന്ന കല്ല്, ഭാരമാകുന്ന കല്ല്, വേദനയാകുന്ന കല്ല്, നിന്നയാകുന്ന കല്ല്, അത് ഏറ്റവും വലുതാ. അതിനെ നീക്കി കളയുവാൻ ഇന്ന് രാത്രികാല സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ ഒരു പ്രതികൂലത്തിൽ നിന്ന് വിടിയിപ്പാൻ, ആമേൻ, തന്റെ ദൂതനെ അയച്ച് അതിനൊരു മറുപടി തരുവാൻ, അതിന്റെ ദൂതനെ അയച്ച് അവിടെ ഒരു ആശ്വാസം തരുവാൻ ഒക്കെ വേണം. സ്വർഗത്തിലെ ദൈവ ശക്തനെന്ന് ഇന്ന് രാത്രികാലം മറന്നു കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദൈവത്തിന്റെ കരം അവിടെ വ്യാപരിപ്പാനായിട്ട് തുടങ്ങി. ആമേൻ. സംശയിച്ചായ സഹോദരന്മേൽ ആമേൻ അവരൊരു അത്ഭുതം കാണുവാൻ അറ്റടിയായി. എന്താണ് അത്ഭുതം? ആമേൻ, ആ കല്ല് ആമേൻ കല്ലറയുടെ മുഖത്ത് നിന്ന് മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സംശയത്തോടും വേദനയോടും ചില വിഷയത്തെ അഭിമുഖീകരിക്കുവാൻ ആമേൻ നീ കടന്നു പോകുമ്പോൾ, നിനക്ക് മുന്നായി ആ വിഷയത്തിന്റെ മേൽ മറുപടി അയച്ച് നിനക്ക് നീ കടന്നു ചെല്ലുന്നതിന് മുമ്പ് ആ വിഷയത്തിന്റെ മേൽ മറുപടി തന്ന് ആ കല്ലിനെ അവിടെ ഉരുട്ടി മാറ്റി ആമേൻ നിന്നെ സാന്ദ്രത്തോട് ആമേൻ തടസ്സം കൂടാതെ ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം വഴിയൊരുക്കുന്ന ഒരു വലിയ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു. അതെ, പ്രതികൂലങ്ങളിൽ നിന്ന് വിടിയിപ്പാൻ ആമേൻ, ആമേൻ, സംശയിക്കുന്നവരുടെ മുഖത്ത്, ആമേൻ, നിന്ദിക്കുന്നവരുടെ മുഖത്ത് സംശയങ്ങളെ മാറ്റി, നിന്നയെ മാറ്റി, ആമേൻ, പ്രിയപ്പെട്ടവര്, ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഇവിടെ വായിക്കുകയാണ്, ആ കല്ല് ഏറ്റവും വലുതായിരുന്നു. ആമേൻ, ചെറിയ കല്ലൊന്നുമല്ല. ആമേൻ, നിശ്ചയമായി ഈ കല്ല് ഉരുട്ടിക്കളയുവാനുള്ള ആരോഗ്യ സൗകര്യന്മാർക്കില്ല. ഈ കല്ലിനെ മാറ്റുവാനുള്ള, അവൻ എടുത്ത് മാറ്റിക്കളയുവാനുള്ള ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആരോഗ്യം നമുക്കാർക്കുമില്ല, നമുക്കാർക്കുള്ള കഴിവില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, കഴിവുള്ള ഒരു ദൈവമുണ്ട്. സകലത്തെയും മാറ്റുവാൻ, സകലത്തെയും ആമേൻ, ഹല്ലേലൂയ, ഉളവാക്കുവാൻ, ഇല്ല ആമേൻ, സകലത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ, പ്രതികൂലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, ആമേൻ, ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം സമർപ്പിക്കുന്നുവെങ്കിൽ, അതെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ ആമേൻ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കല്ലറക്കകത്ത് കിടന്നപ്പോൾ നീലിലേക്ക് ധരിച്ച 2 ബാല്യക്കാർ ആമേൻ വലത്ത് ഭാഗത്തിരിക്കുന്നത് കണ്ടു. അവർ ഭ്രമിച്ചു. അവൻ അവരോട്, ആമേൻ, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ
ക്രൂശിക്കപ്പെട്ട നസറായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. അതിന്റെ 7-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. ആമേൻ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പിന്നെ പത്രോസിനോടും ആമേൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുന്നു. കേട്ടെ, ആമേൻ. ആ ദൂതന്മാര് പ്രിയ സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ കടന്നുപോയി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആരോട് പറയണം? ശിഷ്യന്മാരോട് പറയണം. എന്നിട്ട് എടുത്തു പറയുകയാണ്. ആരോട് പറയണം? പത്രോസിനോട് പറയണം. ഹല്ലേലൂയ. നോക്കട്ടെ, പത്രോസ് പലപ്പോഴും കർത്താവിന്റെ വാക്കുകളിൽ സംശയം പ്രകടിപ്പിച്ച വ്യക്തിയാ. ഹല്ലേലൂയ. കർത്താവിനെ പലപ്പോഴും ഹല്ലേലൂയ സംശയബോധത്തോട് നോക്കിയതാ. ആമേൻ. കർത്താവ് പറഞ്ഞു, അല്ലയോ പത്രോസേ, കോഴി കൂതുന്നതിന് മുമ്പേ 3 വട്ടം നീ എന്നെ എന്ത് ചെയ്യും? തള്ളി പറയും. ഭയങ്കര സംശയമാ പത്രോസിന്. ഹല്ലേലൂയ. ആ പത്രോസ് ദൂതൻ പറയാണ്, നിങ്ങൾ ചെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുക, പത്രോസിനോടൊന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ സംശയത്തിന്റെ മുഖത്ത് നിന്ന് പത്രോസിനോടും ആമേൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി താൻ അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ സകലതും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് തുടങ്ങി. അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അതുവരെയും ആമേൻ ആമേൻ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ഹല്ലേലൂയ ആ കൊട്ടാരത്തിനകത്ത് വരെയും യേശുവിനെ അവർ എന്ത് ചെയ്യുന്നു എന്ന് കാണുവാൻ അകത്ത് വരെയും ചെന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഹല്ലേലൂയ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ആമേൻ. പത്രോസിനോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ 3 വട്ടം അവൻ തള്ളി പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. കോഴി പോകുന്നതിന് മുമ്പ് കർത്താവ് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞുവെങ്കിൽ ആ പത്രോസിനോട് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൂതൻ പറയാണ്, നിങ്ങൾ ചെന്ന് ശിഷ്യന്മാരോടും പത്രോസിനോടും പറ, അല്ല പത്രോസേ, നീ തള്ളി പറഞ്ഞതുപോലെയല്ല, യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഹൃദയത്തില് ഈ വചനം ശ്രമിക്കുന്ന ഏവരുടെ ജീവിതത്തിൽ നാം ഹമൻ ആത്മ്യമായി തണുത്തിരിക്കുന്നുവെങ്കിൽ, ആത്മ്യമായി ഹമൻ ഉറങ്ങിയിരിക്കുന്നുവെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാ. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാ. യേശുവിനെ എഴുന്നേൽക്കുവാൻ, യേശുവിനെ ജീവിപ്പാൻ സംശയങ്ങളെല്ലാം മാറ്റിയിട്ട്, സംശയങ്ങളെല്ലാം നീക്കിയിട്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അവിടെ യാക്കോബ് ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. ഇന്ന് രാത്രി കാലം വിശ്വാസത്തോടെ യാചിക്കാമോ? വിശ്വാസത്തോട് പറയാമോ? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. വിശ്വാസത്തോടെ നമ്മെ ഒന്ന് കൊടുക്കാമോ? അവൻ സകലത്തും പ്രവർത്തിക്കുന്ന ദൈവമാ. അവൻ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവമാ. നമ്മുടെ ജീവിതത്തിന്മേൽ വരുന്ന പ്രതികൂലങ്ങള്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആമേൻ അടിക്കടി കടന്നു വരുന്ന സംശയത്തെ മാറ്റി ആമേൻ സന്തോഷം ഉടിപ്പിപ്പാൻ ശക്തനായ ദൈവമാ. ഇന്ന് രാത്രി കാലം ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഇവിടെ ഈ പ്രിയ സഹോദരന്മാർ ഹല്ലേലൂയ പറയുകയാണ്, ഹല്ലേലൂയ, അവർ സംശയിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ല് ആരുരുട്ടി മാറ്റോ. ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമാകുന്ന സംശയങ്ങൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മോത്തപ്പെടുത്തുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം ഓർപ്പിക്കട്ടെ, ഈ സംശയത്തെ ഒന്ന് മാറ്റുവാൻ യേശു നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ഹൃദയത്തിൽ, യേശു നമ്മുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ സകല സംശയങ്ങളും മാറി ആമേൻ ആത്മാർത്ഥമായി ദൈവത്തെ ഒന്ന് മോത്തപ്പെടുത്തുവാൻ. ആമേൻ. സംശയിക്കുന്നവൻ ആമേൻ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യാക്കോബ് ലേഖനത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, അടുത്തത് വായിക്കുന്നു, സംശയിക്കുന്നവൻ കാറ്റടിച്ചു ഉലയുന്ന കടൽത്തലേക്ക് സമന. ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരെ, നമ്മെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തോടെ ഒന്ന് കടന്നു വരാം. അത് നമുക്ക് വേണ്ടി ഏത് വലിയ കല്ലാണെങ്കിലും, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏത് ഭാരമേറിയ വിഷയമാണെങ്കിലും ഇന്ന് രാത്രി കാലം അതിനെ ഉരുട്ടി കളയുവാൻ, നിന്റെ നിന്നെ നീക്കി കളയുവാൻ എന്റെ ദൈവശക്തനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. സമയം കഴിഞ്ഞു പോയല്ലോ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഏത് വലിയ ഭാരമാണെങ്കിലും, ഏത് വലിയ വേദനയാണെങ്കിലും, എത്ര വലിയ നിന്ദയാണെങ്കിലും, മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുന്നുവെങ്കിലും, നിന്നെ പരിഹസിക്കുന്നുവെങ്കിലും ഇന്ന് രാത്രി കാലം ഓർപ്പിക്കട്ടെ, നിന്റെ നിന്ദയെയും പരിഹാസത്തെയും ആമേൻ വേദനകളെയും മാറ്റുവാൻ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. അവൻ ഇറങ്ങി വന്നതിനെ വിടിപ്പാൻ ശക്തനാണ്. അവൻ ഇറങ്ങി വന്ന നമ്മുടെ വിഷയത്തിന്മേൽ മറുപടിയായി പാൻ ശക്തനാണ്. ആര് ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്നു, സംശയിക്കാതെ വിശ്വസിക്കുന്നവന് ഹല്ലേലൂയ അവൻ വായിച്ച പോലെ ഹല്ലേലൂയ ആമേൻ ആമേൻ ഒന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കുക. എന്നാൽ ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് നമ്മുടെ വിഷയത്തിന്റെ മറുപടി നൽകുവാൻ യഹോവയായ ദൈവം തന്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ, ഇരുമ്പോടാമ്പലെ കണ്ടിക്കുവാൻ, അവന്റെ താമ്ര കഥകളെ ഉടയ്ക്കുവാൻ അവൻ ശക്തനെന്ന് ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ. അത് പ്രിയ ദൈവമക്കളെ, നമുക്ക് അതിൽ ആശ്രയിക്കാം. കർത്താവിൽ നമുക്ക്
നമുക്ക് ആശ്രയിക്കാം, ഈ ദൈവവചനത്തെ നമുക്ക് ആശ്രയിക്കാം. പ്രതികൂലം മാറ്റുവാൻ ദൈവശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടിയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അർപ്പിച്ചുകൊണ്ട് ആമേൻ ഈ ദൈവത്തിനെ വിരമിക്കുന്നു. പ്രശ്നം Praise the Lord. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അല്പസമയം അടയ്ക്കാം. കേൾപ്പിച്ച ദൈവിക ആലോചനയുടെ മുന്നിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നാം വെറുതെ വന്നുകൂടി പോയി എന്നുള്ളതിനപ്പുറമായി ഒഴുകിപ്പോകാത്ത ആ ദൈവിക വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈ രാത്രി കടന്നു പോകുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന ഈ രാത്രി കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ ഹൃദയത്തിൽ ആ വചനത്തിന്റെ ആഴങ്ങൾ അല്ലെങ്കിൽ വചനത്തിന്റെ വേരുകൾ നമ്മുടെ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങേണ്ടതിന്, കർത്താവ് വചനം കൊണ്ട് നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന്, ആ വചനത്തിൽ ഒന്ന് വേരൂന്നേണ്ടതിന്, ആ വചനത്തിൽ ഒന്ന് ആശ്രയിക്കേണ്ടതിന്, എല്ലാ സംശയങ്ങളും ഈ രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് മാറിപ്പോകേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കാത്തവന്റെ വഴികളെല്ലാം അസ്ഥിരമാകുമെന്ന് പ്രിയ ദൈവദാസൻ പറഞ്ഞ വാക്യത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ദൈവിക വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായ ദൈവിക ആ മൂല്യങ്ങളെ ഒന്ന് ഉയർത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വളരെ ഭാരത്തോടെ ആ സ്ത്രീകൾ യേശുവിന്റെ കല്ലറയിലേക്ക് കടന്നുപോയി. എന്നാൽ അവർ ഭാരപ്പെടുന്ന വിഷയത്തിൽ സംശയങ്ങൾ കൊണ്ടാണ് അവർ പോയത്. എന്നാൽ ഹല്ലേലൂയ, അവർ വിചാരിക്കുന്നതിന് മുന്നമേ ആ കല്ലുകൾ അവിടെ നിന്ന് ഉരുട്ടി മാറ്റിയിരുന്നു. സ്തോത്രം. ഈ രാത്രി അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന് മുന്നിൽ നമ്മെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത വിചാരങ്ങൾ, വേണ്ടാത്ത സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ശത്രു എടുത്തിടുമ്പോൾ, പല വിഷയത്തിന്റെ മുന്നിൽ നാം പകച്ചു നിൽക്കുമ്പോൾ ഈ രാത്രി അറിയുക, നാം അറിയുന്നതിന് മുന്നേ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു കർത്താവുണ്ട്. അവിശ്വസിക്കാതെ വിശ്വാസത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കടന്നു എന്ന വാക്തത്വങ്ങളെ പ്രാപിച്ചെടുപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ഈ രാത്രി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവർ സംശയിച്ചതുപോലെയല്ല, അതിനപ്പുറമായി തുറന്ന കല്ലറ, ആ കല്ല് ഉരുട്ടി മാറ്റിയ അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് കാണാനിടയായി. രാത്രി നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ, നാം ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ഇതുപോലെ ഒരു ദൈവിക പ്രസൻസ് വെളിപ്പെടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അവിശ്വാസത്തോടെയല്ല. ഹല്ലേലൂയ. കാറ്റിലാടുന്ന തിര പോലെയല്ല നമ്മുടെ മനസ്സായിരിക്കേണ്ടത്. ഇരു മനസ്സുള്ളവരായല്ല നാം ആയിരിക്കേണ്ടത്. ഈ രാത്രി ദൈവങ്ങളിലേക്ക് നാം എല്ലാവരും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രത്തോളം വചനം ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്ന് അനേകർക്ക് ഹല്ലേലൂയ ശക്തിയോടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ, അനേകരെ ദൈവവചനത്തിൽ നിന്ന് ബലപ്പെടുത്തുവാൻ ദൈവദാസനെ കർത്താവ് ഉപയോഗിക്കേണ്ടതിന്, തന്റെ പ്രവർത്തന മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സണ്ണി പാസ്റ്റർ ഹല്ലേലൂയ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദത്തോടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം, സ്തോത്രം. സണ്ണി പി സാമുവൽ പ്ലീസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പ്രാർത്ഥനാ ധ്വനിയുടെ ഈ മാസത്തെ പ്രാർത്ഥനയായിട്ട് ഞങ്ങൾക്ക് കൂടി വരുവാൻ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒടുവിലായി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളുടെ ചുറ്റുപാടുകളുമുണ്ട്. ഈ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആര് വീട്ടിൽ നീക്കും എന്നുള്ള ചിന്ത ഞങ്ങളെ പലപ്പോഴും ഭരിക്കുന്നുണ്ട്. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ നിന്റെ അരികിലേക്ക് വരുവാൻ എന്നെ അനുവദിക്കണമേ എന്നുള്ള പത്രോസിന്റെ ആ അപേക്ഷയെ കൈക്കൊണ്ടതുപോലെ കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളുടെ അപേക്ഷകളെ അവിടുന്ന് കൈക്കൊള്ളുകയും വെള്ളത്തിന്മീതെ നടന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുവാൻ അങ്ങയുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിനെ ലീഡ് ചെയ്ത കർത്താവിന്റെ വിലപ്പെട്ട ദാസനായി സ്തോത്രം. പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനായി സ്തോത്രം. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥനാ ധ്വനിയുടെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നന്നായി മുൻപോട്ട് നടക്കുവാൻ കർത്താവ് സഹായിക്കുകയും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് മാറ്റി ശാന്തത വരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ താൽക്കാലികമായിട്ട് പിരിയുന്നു. അവിടുത്തെ കൃപയിലും സമാധാനത്തിലും ഞങ്ങളെ എല്ലാവരെയും മറച്ച് അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ, മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു രക്ഷിതാവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന എടുത്താൽ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഓരോ ദിവസവും നമ്മെ ജൈവത്സവമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മെല്ലാവരോടും പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇതിന്റെ മുൻപന്തിയിൽ നിന്ന് ഇന്റർനാഷണൽ തലത്തിലും ഓരോ രാജ്യതലത്തിലും പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും കൂടെ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും വന്ദനത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ വചന ശുശ്രൂഷ ദേവദാസനോട് പ്രത്യേകമുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകും.